മന്ത്രി ഇന്ന് വയനാട്ടിൽ വയനാട്ടിലെ ഉരുൾപൊട്ടൽ മേഖലകൾ സന്ദർശിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹിയിൽ നിന്ന് 11 മണിയോടെ വിമാനമാർഗം കണ്ണൂരിലെത്തുന്ന പ്രധാനമന്ത്രിയെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും മുഖ്യമന്ത്രി പിണറായി വിജയനും ചേർന്ന് സ്വീകരിക്കും. തുടർന്ന് ഹെലികോപ്റ്റർ മാർഗം വയനാട്ടിലെത്തുന്ന അദ്ദേഹം ഉരുൾപൊട്ടലുണ്ടായ സ്ഥലങ്ങളിൽ വ്യോമ നിരീക്ഷണം നടത്തും. ദുരന്തബാധിതർ കഴിയുന്ന ദുരിതാശ്വാസ ക്യാമ്പുകളും ആശുപത്രിയും പ്രധാനമന്ത്രി സന്ദർശിക്കും. അതിനുശേഷം നടക്കുന്ന അവലോകന യോഗത്തിലും പ്രധാനമന്ത്രി പങ്കെടുക്കും. സന്ദർശനവേളയിൽ പ്രധാനമന്ത്രിക്കൊപ്പം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും ഉണ്ടാകും. സന്ദർശനം കണക്കിലെടുത്ത് മുണ്ടക്കൈ ചൂരൽമല മേഖലകളിൽ നിന്ന് തിരച്ചിലില്ല. വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഞങ്ങളുടെ റിപ്പോർട്ടർമാർ തയ്യാറാണ്. മേപ്പാടിയിൽ നിന്ന് രഞ്ജിത് രാമചന്ദ്രനൊപ്പം കൽപ്പറ്റയിൽ നിന്ന് എം.എസ്. അനീഷ് കുമാർ, സിവിൽ സ്റ്റേഷന് മുൻപിൽ നിന്ന് എം.ജി. മിഥുൻ, കൽപ്പറ്റ SKM ഗ്രൌണ്ടിലും മിഥുനുണ്ട്. അങ്ങനെ എല്ലാ സ്ഥലത്തും ഞങ്ങളുടെ റിപ്പോർട്ടർമാർ തയ്യാറാണ്. ആദ്യം ഞാൻ പോകുന്നത് രഞ്ജിത് രാമചന്ദ്രനിലേക്കാണ്. രഞ്ജിത്ത്, ഒരുപാട് പ്രതീക്ഷയിലാണ് കേരളം. പ്രധാനമന്ത്രി നേരിട്ട് ദുരന്തബാധിത മേഖല സന്ദർശിക്കുന്നതിൽ 20,000 കോടിയുടെ പദ്ധതിയാണ് പ്രധാനമന്ത്രിയുടെ മുൻപിൽ ഈ നാട് വെച്ചിരിക്കുന്നത്. അദ്ദേഹം അത് അംഗീകരിക്കുമോ, അത് പ്രഖ്യാപിക്കുമോ എന്ന് കാത്തിരിക്കുകയാണ് കേരളം. തീർച്ചയായും വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഭവ്യ വയനാടിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന്. കാരണം സമാനതകളില്ലാത്ത ഒരു ദുരന്തത്തിന്റെ അതിൽ നിന്ന് സാധാരണ ജീവിതത്തിലേക്ക് പതുക്കെ തിരികെ വരുന്ന ഒരു നാടിനെയാണ് നമ്മളിവിടെ കാണുന്നത്. ദുരന്തത്തിൽ വിറങ്ങലിച്ച് നിൽക്കുന്ന ഒരുപാട് ജനതയുടെ മുഖവും നമ്മൾ കാണാൻ സാധിക്കും. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ മേപ്പാടി എന്ന് പറഞ്ഞ ഈ ചെറിയ ഒരു പ്രദേശത്താണ്. ഇവിടെ നിന്ന് ഒരു 12 കിലോമീറ്റർ അകലെയാണ് ഇതിന്റെ ഒരു ചൂരൽമല എന്ന ദുരന്തം വല്ലാതെ നാശം വിതച്ച ഒരു പ്രദേശം എന്നതുകൂടി ഇതിനോട് ചേർത്ത് വെക്കണം. ഇതിന് അപ്പുറത്തേക്ക് പ്രധാനമന്ത്രി സന്ദർശനം പ്രമാണിച്ച് ഇതിനപ്പുറത്തേക്ക് നമുക്ക് മാധ്യമങ്ങൾക്കൊന്നും പ്രവേശനമില്ല. പോലീസ് ഉദ്യോഗസ്ഥരുടെ വലിയ സാന്നിധ്യമുണ്ട്. പ്രദേശവാസികളായുള്ള ചിലരെ മാത്രം പാസുകൾ പരിശോധിച്ച്, അവർക്കും റെസ്ട്രിക്ഷൻ ഉണ്ട്, ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ പാസ് പരിശോധിച്ച് മാത്രം, അവരുടെ കയ്യിൽ പ്രദേശവാസികൾക്ക് പാസ് നൽകിയിട്ടുണ്ട്, അവരുടെ ID കാർഡ് അടക്കം പരിശോധിച്ച് മാത്രമാണ് അവരെ ഈ പ്രദേശത്തെ കടത്തിവിടുന്നത്. കാരണം അത്രത്തോളം സുരക്ഷിതമായാണ് ഇവിടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അങ്ങനെ പാസുകൾ ഇല്ലാത്ത, കൃത്യമായ രേഖകളില്ലാത്ത ആളുകളെ കയറ്റിവിടുന്നില്ല. ഇപ്പോൾ അകത്തേക്ക് ഇപ്പോൾ കയറിപ്പോയത് മാധ്യമപ്രവർത്തകരിൽ ദൂരദർശന്റെ ആളുകൾക്ക്, അവർക്ക് സ്പെഷ്യൽ കവറേജിനുള്ള അവസരമുണ്ട്. അപ്പോൾ ANAയുടെ പ്രതിനിധികളെ അവർ കയറ്റിവിട്ടിട്ടുണ്ട്. അല്ലാതെ മാധ്യമപ്രവർത്തകർക്കും നിയന്ത്രണമുണ്ട്. നമുക്ക് ദൃശ്യങ്ങൾ കാണുന്ന പോലെ പോലീസ് ഉദ്യോഗസ്ഥരുടെ വലിയ സാന്നിധ്യം ഈ പ്രദേശത്തുണ്ട്. നമ്മൾ പറഞ്ഞു വന്ന കാര്യം, ഈ വയനാട്ടിലേക്ക് പ്രധാനമന്ത്രി എത്തുമ്പോൾ എന്താണ് വയനാട് പ്രതീക്ഷിക്കുന്നത് എന്നുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ഭവ്യ. കാരണം ഇന്നലെ കേന്ദ്ര സംഘം ഇവിടെ എത്തിയിരുന്നു. കേന്ദ്ര സംഘം ഇവിടെ എത്തി ഇവിടുത്തെ ദുരിതബാധിത മേഖലകൾ സന്ദർശിച്ചു, കൃത്യമായ ഒരു വിലയിരുത്തൽ നടത്തി. അവരുടെ പ്രധാനപ്പെട്ട റിപ്പോർട്ട് എന്ന് പറയുന്നത്, ഈ മേഖലയിൽ ഒരു വിദഗ്ധ പഠനം വേണം. എന്തുകൊണ്ട് അടിക്കടി ഈ പ്രദേശങ്ങളിൽ, ഇവിടെ 4 കിലോമീറ്റർ അകലെയാണ് 2 തവണയായി വലിയ പ്രകമ്പനവും മണ്ണിടിച്ചിലും മറ്റുമുണ്ടായി അനവധി ആളുകൾ കൊല്ലപ്പെട്ടത്. എന്തുകൊണ്ട് വയനാട് ഇത്ര വലിയൊരു ദുരിതബാധിത മേഖലയായി മാറുന്നു എന്നുള്ളതിന് പ്രധാനമായും ഒരു പഠനം വേണമെന്നവർ പറഞ്ഞു വെക്കുന്നു. നമ്മുടെ സംസ്ഥാനത്തെ നിരവധി വിദഗ്ധർ, മന്ത്രിമാരടക്കം, ഡിസാസ്റ്റർ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട ആളുകളടക്കം അവിടെ വിവരങ്ങൾ ഇവരുമായിട്ട് ബന്ധപ്പെട്ട് കൈമാറിയിരുന്നു. അങ്ങനെയാണ് 2,000 കോടി രൂപയുടെ ഒരു പുനരധിവാസ പാക്കേജെങ്കിലും വയനാടിന് വേണം എന്ന ആവശ്യം നമ്മൾ മുന്നോട്ട് വെച്ചത്. അത് എങ്ങനെ കേന്ദ്രം പരിഗണിക്കും എന്നതാണ് നമുക്കിനി കാണാനുള്ളത്. പ്രധാനമന്ത്രിയിലേക്ക് വന്നാൽ, അദ്ദേഹത്തിന്റെ സന്ദർശനം ഏറെ നിർണായകമാകുന്നത് ദുരന്തബാധിത മേഖലകൾ അദ്ദേഹം ഹെലികോപ്റ്ററിൽ സന്ദർശിക്കുമെന്നും, ഈ മേഖലകളിൽ എത്തി അദ്ദേഹം ഒരുപക്ഷെ മുഖ്യമന്ത്രി അതിനൊപ്പം ഉണ്ടായിരിക്കാം, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ സാന്നിധ്യമുണ്ടാകും, അവരൊക്കെ ഒപ്പം ചേർന്ന് ദുരന്തബാധിത മേഖലയിൽ ഹെലികോപ്റ്റർ സന്ദർശനമുണ്ടാകും. ഒപ്പം ഈ ക്യാമ്പിൽ അദ്ദേഹം, മേപ്പാടിക്കടുത്ത് തൊട്ടടുത്ത് ഒരു സ്കൂളിൽ ക്യാമ്പുണ്ട്, ഈ ക്യാമ്പിൽ അദ്ദേഹം പോയേക്കാം. ഒപ്പം വിംസ് ഹോസ്പിറ്റലിലാണ് ഇവിടെ ചികിത്സയിൽ ഒരുപാട് ആളുകൾ കഴിയുന്നുണ്ട്, അവരിലേക്കും അദ്ദേഹം അവിടെയും പോയി സന്ദർശിച്ചേക്കാം. അങ്ങനെ അത്തരത്തിൽ സന്ദർശനത്തിലൂടെ ഇതിൽ രാഹുൽ ഗാന്ധി പറഞ്ഞതുപോലെ ഈ ദുരന്ത മേഖലയിലെ പ്രശ്നങ്ങൾ നേരിട്ട് അദ്ദേഹം കാണുക എന്ന് പറയുന്നത് പ്രധാനമാണ്. നേരിട്ട് കണ്ട് ഇവിടുത്തെ ഒരു ഭീകരാവസ്ഥ മനസ്സിലാക്കുമ്പോൾ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് നിരവധിയായ ഒരുപാട് സഹായങ്ങൾ ലഭ്യമാകും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് വയനാടുള്ളത്. കാരണം അത്രത്തോളം ആശ്വാസം വയനാടിന് വേണം. നമുക്കറിയാം, ഒരുപാട് സാധനങ്ങൾ അന്ന് മുതൽ ഇങ്ങോട്ടേക്ക് പ്രവഹിക്കുന്നുണ്ട്. സുമനസ്സുകളായ ഒരുപാട് ആളുകൾ വസ്ത്രങ്ങളായാലും ഭക്ഷണ സാധനങ്ങളായാലും മറ്റ് പലചരക്ക് സാധനങ്ങളായാലും ഒക്കെ ആവശ്യത്തിലധികം വയനാട്ടിലേക്ക് റിലീഫ് ക്യാമ്പുകളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. പക്ഷെ അതിനപ്പുറത്ത് ഈ ദുരന്തത്തിന് ഇരയായ ആളുകളുടെ പുനരധിവാസം വേണം.
അവരെ സാധാരണ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരണം. അവർക്ക് ജീവനോപാധികൾ വേണം. അവരുടെ കൃഷിയിടങ്ങൾ അടക്കം നഷ്ടപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്. വീടുകൾ നഷ്ടപ്പെട്ടവരാണ് കൂടുതൽ 400ഓളം ആളുകൾ അത്തരത്തിലുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അവരെ ആ തരത്തിൽ മുന്നോട്ട് ജീവിതത്തിലേക്ക് പതിയെ തിരികെ കൊണ്ടുവരാനുള്ള സാമ്പത്തിക സഹായമാണ് നമുക്കിനി ആവശ്യമുള്ളത്. കേരളത്തിന്റെ സാമ്പത്തിക നില അത്ര ഭദ്രമല്ല എന്നറിയാം. സ്വാഭാവികമായും കേരളത്തിന്റെ അകമഴിഞ്ഞുള്ള സഹായം വേണ്ടിവരും. അതിനുള്ള നടപടിക്രമങ്ങൾ ദ്രുതഗതിയിൽ ഒരുപക്ഷെ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് ശേഷം ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഈ നാടുള്ളത്. അതിനായാണ് നമ്മളെല്ലാം കാത്തിരിക്കുന്നതും. ഭവ്യ.